ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആൻറ്റി ടാർണിഷ് ജ്വല്ലറിയുടെ വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോയിലും നമ്മൾ നല്ല അടിപൊളി ഐറ്റംസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. നല്ല സൂപ്പർ ബാംഗിൾസും മാലകളും ഇന്ന് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കാണിക്കുന്ന പ്രോഡക്ട്സ് എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീൽ ആൻറ്റി ടാർണിഷ് ജ്വല്ലറിയാണ്. ഡെയിലി യൂസബിൾ ആണ്, വാട്ടർ റെസിസ്റ്റന്റ് ആണ്, ഹൈപ്പോ അലർജിക് ആണ്. അപ്പോൾ ഡെയിലി യൂസബിൾ ആണെങ്കിലും നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പം, കുളിക്കുമ്പോൾ, അതുപോലെ രാത്രി കിടന്നുറങ്ങുമ്പോഴൊക്കെ നമ്മുടെ ഓർണമെന്റ്സ് റിമൂവ് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ പ്രോഡക്ട്സ് എല്ലാം ഓൾ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ്. ഓൾ കേരള ഫ്രീ ഡെലിവറി ആയിരിക്കും. പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോയിൽ തന്നിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ഡിസൈൻ വരുന്നത് ഇതുപോലത്തെ ഒരു സിമ്പിൾ ആൻഡ് എലഗന്റ് മാലയാണ് കേട്ടോ. അപ്പോൾ തണ്ട് ചെയിനിലേക്ക് സെന്ററിലായിട്ട് കുറച്ച് ഗോൾഡൻ ബോൾസും അതിൽ നിന്ന് ഒരു ഡ്രോപ്പ് ലൈക്ക് പെൻഡന്റും ആണ് വന്നിരിക്കുന്നത്. നല്ല സൂപ്പർ ഒരു മാലയാണ്. ബാക്ക് ചെയിനും അവൈലബിൾ ആണ്. യെല്ലോ ഗോൾഡിലാണ് വരുന്നത്. ഈ ഒരു മാലയുടെ റേറ്റ് വരുന്നത് 490 രൂപ. അടുത്ത വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ചെയിനിലേക്ക് പെൻഡന്റ് ആണ്. അപ്പോൾ ഈ ചെയിൻ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗോൾഡിലൊക്കെ വരുന്ന ഡിസ്കോ മാലയുടെ ഒരു ഇല്യൂഷനാണ് വരുന്നത്. അതുപോലത്തെ ഒരു ചെയിനാണ് കേട്ടോ. കണ്ടോ, ഇങ്ങനെ അനങ്ങുമ്പോൾ നല്ല ഗ്ലേസിങ് ആയിരിക്കും ഈ ഒരു ചെയിനിന്. അപ്പോൾ അതിലേക്ക് നല്ല ഭംഗിയുള്ള ഒരു പെൻഡന്റ് ആണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ റിങ്സിനകത്ത് ഒരു ഹാർട്ട് സിമ്പിളാണ് അതിൻ്റെ പെൻഡന്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പം എല്ലാം ബാക്ക് ചെയിൻ അവൈലബിൾ ആണ് എല്ലാ മാലയ്ക്കും. അതുകൊണ്ട് ഞാൻ ഓരോന്ന് എടുത്തെടുത്ത് പറയുന്നില്ല. ഈ ഒരു മാലയുടെ റേറ്റ് വരുന്നത് 450 രൂപ. നല്ല ഭംഗിയുള്ള ഒരു മാല. അടുത്തത് ഇതുപോലെ മൾട്ടി കളർ സ്റ്റോൺ ജാംസ് വന്നിരിക്കുന്ന ഒരു മാലയാണ്. അപ്പോൾ നല്ല പേസ്റ്റൽ കളേഴ്സിലാണ് എല്ലാ സ്റ്റോൺസും വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ഡ്രസ്സിൻ്റെയും കൂടെ ഇത് മാച്ചായി പോകും. അപ്പോൾ ഇതിൻ്റെ ചെയിൻ ആണെങ്കിലും ചെറിയ ചങ്ങലക്കണ്ണി ചെയിനിലേക്ക് ഇടയ്ക്കോടെ ചെറിയ ഗോൾഡൻ ബോൾസ് കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചെയിനിന് നല്ലൊരു റിച്ച് ലുക്കാണ്. ഈ ഒരു മാലയുടെ റേറ്റ് വരുന്നത് 490 രൂപ. നമുക്കൊരു ഫങ്ഷനൊക്കെ നെക്ലസ് ആയിട്ട് യൂസ് ചെയ്യാൻ നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു മാല. അടുത്ത വരുന്നത് നല്ലൊരു ഫ്ലവർ പെൻഡന്റോട് കൂടിയ മാലയാണ്. ഈ ചെയിൻ കുറച്ച് ഡിഫറെൻ്റ് ആണ്. തണ്ട് ചെയിനിലേക്ക് ചെറിയ ഗോൾഡൻ ബോൾസ് കൂടെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചെയിൻ കാണാൻ കുറച്ചുകൂടെ ഭംഗിയുണ്ട്. പെൻഡന്റ് വരുന്നത് ചെറിയൊരു ഫ്ലവർ പെൻഡന്റ് ആണ്. അതിൻ്റെ സെൻറ്ററിലായിട്ടൊരു വൈറ്റ് സ്റ്റോണും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ മാലയുടെ റേറ്റ് വരുന്നത് 450 രൂപ. അടുത്ത ഒരു അടിപൊളി മാലയാണ്. അല്പം ഹെവി ആയിട്ട് വരുന്ന, എന്നാൽ നല്ല ഭംഗിയുള്ള ഒരു മീഡിയം സൈസിൽ വരുന്ന നല്ല സ്റ്റൈലായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മാലയാണ്. അപ്പം ഇതിൻ്റെ ബാക്കിലേക്ക് വരുന്നത് ചെത്ത് ചെയിനാണ്. അതിലേക്കാണ് ഈ ബാക്ക് ചെയിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ചെത്ത് ചെയിൻ്റെ വലിയ കണ്ണികൾ, അതിലേക്ക് കുറേ ചെറിയ ചെയിൻസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സെയിം ഡിസൈൻ തന്നെയാണ് പെൻഡന്റ് ആയിട്ടും വന്നിരിക്കുന്നത്. നമുക്ക് സാരിയുടെ കൂടെയോ ഏത് ഡ്രസ്സിൻ്റെ കൂടെ വേണേലും അല്പം റിച്ച് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മാല. ഇതാണ് ഇതിൻ്റെ ക്ലോസ് വ്യൂ. ഇങ്ങനെ ബാക്കിലേക്ക് ചെത്ത് ചെയിൻ വരും. ഇടയ്ക്ക് ഇങ്ങനെ ചെറിയ ചങ്ങലക്കണ്ണി ചെയിൻ, അത് കുറേ പീസ് ഉണ്ട് കേട്ടോ. ഒരു 5-6 പീസ് അങ്ങനെ വരുന്നുണ്ട്, ലെയറായിട്ട് വരുന്നുണ്ട്. അതിലേക്ക് കേട്ടോ ഇങ്ങനെയാണ് അതിൻ്റെ പെൻഡന്റ് വരുന്നത്. ഈ ഒരു മാലയുടെ റേറ്റ് വരുന്നത് 590 രൂപ. അടുത്ത വരുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മാലയാണ്. ചെറിയ ചങ്ങലക്കണ്ണി ചെയിനിലേക്ക് ഒരു പേൾ പെൻഡന്റ് ആണ് വന്നിരിക്കുന്നത്. പേളിന്റെ കൂടെ ഒരു സ്റ്റോണോട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മാലയാണ്. മാലയുടെ റേറ്റ് വരുന്നത് 400 രൂപ. ഇനി അടുത്തത് നല്ലൊരു ഡിസൈനിൽ വരുന്ന ഒരു സിംഗിൾ പീസ് മാലയാണ്. അതായത് ഇവിടുത്തെ പെൻഡന്റ് ജസ്റ്റ് നമുക്ക് മാലയായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള, പെൻഡന്റ് ഒന്നും ഇല്ലാതെ ഒരു സിമ്പിൾ മാലയായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. ഇത്രയാണ് ഇതിന്റെ ഇറക്കം വരുന്നത്, ബാക്ക് ചെയിനോട് കൂട്ടി. ഈ ഒരു മാലയുടെ റേറ്റ് വരുന്നത് 350 രൂപയാണ്. അപ്പം നല്ലൊരു വെറൈറ്റി ഡിസൈനാണ്. നമ്മൾ നോർമലി കാണാത്ത ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ തന്നെ നേരത്തെ വിത്ത് പെൻഡന്റും വന്നിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഇതിൻ്റെ വിത്ത് പെൻഡൻറ്റും അവൈലബിൾ ആണ്. ഇത് വിത്തൗട്ട് പെൻഡൻ്റ് ആണ് വരുന്നത്. റേറ്റ് വരുന്നത് 350 രൂപ. ഇതിൻ്റെ ഡിസൈൻ വരുന്നത് ചെറിയ ചങ്ങലക്കണ്ണി വന്നിട്ട് അതിലേക്ക് ഇങ്ങനെ തണ്ട് പോലെ ഒരു അടുത്തത് നമ്മുടെ തണ്ട് ചെയിനിലേക്ക് വരുന്ന ഒരു സൂപ്പർ മോഡലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പെൻഡൻ്റ് ആണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് വരുന്നത്. ഇങ്ങനെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ തന്നെ ചെറിയ കട്ടകൾ, ഇങ്ങനെ പല വലുപ്പത്തിലുള്ള ചെറിയ കട്ടകളാണ് ഡിസൈനായിട്ട് വന്നിരിക്കുന്നത്. ഇത് പല എണ്ണമാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ പല വലുപ്പത്തിലുള്ളത് ഇങ്ങനെ ഇടന്ന് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ്. ഒരു നോർമൽ നെക്ലസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ തന്നെ ഇതിപ്പോൾ ഫുള്ള് യെല്ലോ ഗോൾഡിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പെൻഡൻറ്റ് തന്നെ ബ്ലാക്കും ഗോൾഡിലും വരുന്ന മാലയും നമുക്ക് അവൈലബിൾ ആണ്. ഇതാണ് പെൻഡൻറ്റ് ബ്ലാക്കും ഗോൾഡും വരുന്ന മോഡൽ. രണ്ടും തണ്ട് ചെയിൻ ആണ് വന്നിരിക്കുന്നത്. യെല്ലോ ഗോൾഡിലാണ്. പെൻഡൻറ്റിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ, കളറിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. രണ്ടിൻ്റെയും റേറ്റ് വരുന്നത് 490 രൂപ. ഇനി അടുത്തത് നമുക്ക് വളകളാണ്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സൈസിലുള്ള വളകളുണ്ട് കേട്ടോ. അപ്പോൾ ചിലരൊക്കെ കമൻ്റ് ഇടാറുണ്ട്, ചെറിയ സൈസിലുള്ളത് കൊണ്ടുവരുന്നില്ല, വലിയ സൈസ് മാത്രമേ ഉള്ളൂ എന്നൊക്കെ. അത് നിങ്ങൾ ചെയ്യുന്ന വീഡിയോയിൽ ചിലപ്പോൾ ചെറിയ സൈസ് കുറവായിട്ടായിരിക്കും നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്. എല്ലാ സൈസിലുള്ളതും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സൈസിലുള്ള ബാംഗിൾസും ഞാൻ കൊണ്ടുവരാറുണ്ട്. നമുക്ക് മോസ്റ്റ്ലി അവൈലബിൾ ആകുന്ന ബാംഗിൾസ് എന്ന് പറയുന്നത് 2.4 ആൻഡ് 2.6 ആണ് മോസ്റ്റ്ലി നമുക്ക് അവൈലബിൾ ആകുന്നത്. അപ്പോൾ ഇതിൽ മിക്കതും തന്നെ ഈ 2.4 എന്ന് പറയുന്നത് നമുക്ക് ക്ലിപ്പ് ബാംഗിളോ ഓപ്പൺ ബാംഗിളോ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കി സൈസുകാർക്കും അത് മാച്ച് ആവാറുണ്ട്, എന്നാൽ ചിലത് മാച്ച് ആവാറുമില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു സൈസിൽ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ ഉള്ള ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഷേപ്പിൽ വരുന്ന വ്യത്യാസം വെച്ചാണ് നമുക്ക് ഇപ്പോൾ 2.6 ആണെങ്കിൽ 2.7നും 2.8നും ഒക്കെ പലതും പാകമാകുന്നത്. അതുപോലെ തന്നെ നമുക്ക് 2.2 ഞാൻ പലരോടും അന്വേഷിച്ച് ഞാൻ 2.2 സൈസിലുള്ള ഒരുപാട് ഡിസൈൻസ് ഞാൻ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കമൻസ് ഒക്കെ ഇടുന്നവർ നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയയ്ക്കുക. നിങ്ങൾക്ക് 2.2 വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ പിക്ചേഴ്സ് അയച്ചു തരാം. പക്ഷെ പലരും ഇപ്പോൾ 2.2 സൈസൊക്കെയാണ് പിക്ചേഴ്സ് എടുത്ത് അയക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല. കാരണം അത് നമുക്ക് ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ അല്ല, വളരെ ലിമിറ്റഡ് കളക്ഷൻസ് ആണ് നമുക്ക് ചെറിയ സൈസിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ പിക്ചർ തരാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കുകയില്ല. പക്ഷേ ചിലർ വന്നു വെച്ചാൽ 2.6 സൈസിലുള്ള ബാംഗിൾസിൻ്റെ ഫോട്ടോ തരാമോ എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പം അത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുപോലെ മാലകളുടെ ഫോട്ടോ തരാമോ എന്നൊക്കെ, കാരണം അതൊക്കെ നമുക്ക് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ ഫോട്ടോസ് എടുത്ത് അയച്ചു തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവരോട് ഞാൻ പറയാറുണ്ട് വീഡിയോസ് വാച്ച് ചെയ്യുക, എന്നിട്ട് സ്ക്രീൻഷോട്ട് അയക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ കമൻസ് ഇടുന്നവര് ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ന് നമ്മുടെ ഫസ്റ്റ് മോഡൽ വന്നിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു ഫ്ലെക്സിബിൾ ബാംഗിളാണ്. ഇതുണ്ടോ, ഇങ്ങനെ ഒരു ഫ്ലെക്സിബിൾ ബാംഗിളാണ്. അപ്പോൾ ഇത് ഒരുമാതിരി എല്ലാ സൈസുകാർക്കും സ്യൂട്ട് ആവുന്ന ഒരു ബാംഗിളാണ്. കാരണം ഇത് ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് ഇങ്ങനെ കയറ്റി ഇടാനായിട്ട് എളുപ്പമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു 2.3 തൊട്ടുള്ള സൈസുകാർക്ക് ഇത് യൂസ് ചെയ്യാം. 2.3 to 2.6 സൈസിന് വരെ യൂസ് ചെയ്യാം. കാരണം ഇപ്പോൾ എൻ്റെ 2.8 ആയതുകൊണ്ട് എൻ്റെ കയ്യിലിട്ട് കഴിയുമ്പോൾ കുറച്ച് ടൈറ്റാണ്. അപ്പോൾ 2.3 തൊട്ട് 2.6 സൈസ് വരെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഫ്ലെക്സിബിൾ ബാംഗിളാണ്. ഇതിൻ്റെ ഇവിടെ സ്റ്റോൺസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബാംഗിളിൻ്റെ റേറ്റ് വരുന്നത് 570 രൂപയാണ്. കണ്ടോ, ബാക്കിലേക്ക് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വരുന്നത്, നമ്മുടെ പ്ലെയിൻ ബാംഗിൾ പോലെ തന്നെ, പക്ഷേ നല്ല ഫ്ലെക്സിബിൾ ആണ് ഈ ഒരു ഐറ്റം. ഇത് 2 സൈസിൽ പറ്റിയിട്ടുള്ളവർക്കുള്ള ബാംഗിളാണ്. അതായത് നോർമലി ഇത് ഇങ്ങനെ 2 സൈസിന് ഓക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ സൈസ് കൂടിയവർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇതും ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് നമുക്ക് ഇത് കുറച്ചുകൂടെ അകത്തിയിട്ട് നമുക്ക് ഇതും ഒരു 2.5 വരെയുള്ളവർക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 സൈസുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു ഫ്ലെക്സിബിൾ ആണ്. ഇങ്ങനെ ട്രിപ്പിൾ ലെയറിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ മേളത്തെ താഴത്തെ ലെയറിൽ ചെറിയ ഡിസൈൻ ഉണ്ട്. സെന്ററിൽ വരുന്നത് പ്ലെയിൻ ബാംഗിളാണ്. ഈ ഒരു ബാംഗിളിന്റെ റേറ്റ് വരുന്നത് 530 രൂപ. അടുത്ത വരുന്നത് 2.456കാർക്ക് പറ്റിയിട്ടുള്ള ബാംബു ഡിസൈൻ ആണ്. ഇത് ബാംബു ഡിസൈൻ, ഇവത്തേല് വേറെ ഒന്നുമില്ല, ക്ലിപ്പ് ബാംഗിളാണ്. അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് 400 രൂപയാണ്. 2.45 ആണ് ഇതിന്റെ സൈസ് വരുന്നത്. അപ്പോൾ ഇതിന്റെ തന്നെ നമുക്ക് ചാംസ് ഉള്ള ബാംബു ബാംഗിളും അവൈലബിൾ ആണ്. സൈസ് വരുന്നത് 2.456 ആണ്. അപ്പോൾ ഈ ഒരു ബാംഗിളിന്റെ റേറ്റ് വരുന്നത് 520 രൂപ. ഇതാണ് ഇതിന്റെ ചാംസ് വരുന്നത്. അപ്പോൾ ഇതിന്റെ ബാംബു ഡിസൈനിൽ വരുന്ന ചാംസ് ബാംഗിളും ഉണ്ട്, ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ചാംസ് ഇല്ലാത്ത ബാംഗിളും ഉണ്ട്. രണ്ടും സൈസ് വരുന്നത് 2.456.
ഇതിൻ്റെ റേറ്റ് വരുന്നത് 400 രൂപ. ചാംസ് ഉള്ളതിൻ്റെ റേറ്റ് വരുന്നത് 520 രൂപ. അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു ക്ലിപ്പ് ബാങ്കിളാണ് വന്നിരിക്കുന്നത്. സൈസ് 2.5 to 2.7 ആണ് സ്യൂട്ട് ആവുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 550 രൂപ. ഇങ്ങനെ നല്ല ഫ്ലവർ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഓരോ വൈറ്റ് സ്റ്റോൺസ് കൂടെ വന്നിട്ടുണ്ട്. അടുത്ത വരുന്നത് വൈറ്റ് സ്റ്റോൺസ് വെച്ചിട്ടുള്ള ഒരു സൂപ്പർ ബാങ്കിളാണ് കേട്ടോ. സൈസ് 2.4 to 2.6 സ്യൂട്ട് ആവും. റേറ്റ് വരുന്നത് 450 രൂപ. ക്ലിപ്പ് ബാങ്കിളാണ്. അടുത്തത് നല്ലൊരു അടിപൊളി ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. ഇങ്ങനത്തെ ബാക്കിലേക്ക് ഇങ്ങനെ നമ്മുടെ പ്ലെയിൻ ഒഴുക്കൻ വള, പക്ഷെ അതിന്റെ ഫ്രണ്ടിലേക്ക് ചെറിയ ഡിസൈൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ക്ലിപ്പ് ബാങ്കിളാണ്. വളയുടെ സൈസ് വരുന്നത് 2.5 to 2.7 സ്യൂട്ട് ആവും. റേറ്റ് വരുന്നത് 550 രൂപ. ഇതിലേക്ക് ചെറിയ ഡിസൈൻസും അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കട്ടിയുള്ള നമുക്കൊരു സ്റ്റോൺ പോലെ ഒരു ഗോൾഡൻ ബോൾ പോലെ തോന്നുന്ന ഒരു സംഭവം കൂടെ ഉണ്ട്. അടുത്ത 2.5 2.6 പറ്റിയിട്ടുള്ള ഒരു ക്ലിപ്പ് ബാങ്കിളാണ്. ഇതിൻ്റെ ഇവിടം ചെറിയൊരു ബാംബൂ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. ഡബിൾ ലെയറിൽ സെൻറ്ററിലായിട്ട് സ്റ്റോൺ വർക്ക് വരുന്നുണ്ട്. റേറ്റ് വരുന്നത് 490 രൂപ. അടുത്ത 2.6 to 2.8 സൈസുകാർക്ക് പറ്റിയിട്ടുള്ള ബാങ്കിളാണ്. ഇതും ചെറിയ സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട്. ഒരു വെറൈറ്റി ഡിസൈൻ ആണ്. ക്ലിപ്പ് ബാങ്കിളാണ് വന്നിരിക്കുന്നത്. ബാക്ക് സൈഡ് ഇങ്ങനെ പ്ലെയിൻ ആണ്. ബാങ്കിളിൻ്റെ റേറ്റ് വരുന്നത് 550 രൂപ. നമുക്കൊരു ഫംഗ്ഷനൊക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബാങ്കിളാണ്. അടുത്ത വന്നിരിക്കുന്നത് 2.6 to 2.8 സൈസുകാർക്ക് പറ്റിയിട്ടുള്ള ഒരു ഓപ്പൺ ബാങ്കിളാണ്. ഇതും നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ്. ഇങ്ങനത്തെ ഓപ്പൺ ബാങ്കിളാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡിലേക്ക് ഫ്ലവർ ഡിസൈനും സെൻറ്ററിൽ സ്റ്റോൺ വെച്ചിട്ടുള്ള ഫ്ലവർ ഡിസൈനുമാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ. സൈസ് വരുന്നത് 2.6 to 2.8 ആണ്. റേറ്റ് വരുന്നത് 570 രൂപ. വീണ്ടും 2.6 to 2.8 സൈസിലുള്ള ബാങ്കിളാണ്. ഇത് അധികം വീതി ഇല്ലാത്ത ബാങ്കിളാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലാണ് സ്റ്റോൺ ഡിസൈൻ വന്നിരിക്കുന്നത്. സിർക്കോണിക്ക സ്റ്റോൺസ് ആണ് വന്നിരിക്കുന്നത്. അത് റൗണ്ടിലും ഓവൽ സ്ക്വയർ ഷേപ്പിൽ ഇങ്ങനെ 3 ടൈപ്പിൽ സിർക്കോണിക്ക സ്റ്റോൺസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബാക്ക് ഇങ്ങനെ പ്ലെയിൻ ആണ് വരുന്നത്. ക്ലിപ്പ് ബാങ്കിളാണ്. സൈസ് 2.6 to 2.8. ബാങ്കിളിൻ്റെ റേറ്റ് വരുന്നത് 590 രൂപ. അധികം വീതിയുള്ള ബാങ്കിൾസ് വേണ്ടാത്തവർക്ക് ഈ ഒരു മോഡൽ നല്ല സ്യൂട്ടാവും. അപ്പോൾ ഇന്നത്തെ പ്രോഡക്റ്റ്സ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോയിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. പ്രോഡക്റ്റ്സ് എല്ലാം ഓൾ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ്. ഓൾ കേരള ഫ്രീ ഡെലിവറി ആയിരിക്കും. താങ്ക്